നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2025 പുതിയ വർഷം പിറന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ ഒരു വർഷം എല്ലാവർക്കും വളരെ നല്ലതായി തീരട്ടെ. നിങ്ങളുടെ ചാനലുകൾ മോണിറ്റൈസ് ആകാത്തവർക്ക് മോണിറ്റൈസ് ആകട്ടെ. എല്ലാവർക്കും നല്ല വ്യൂസൊക്കെ കിട്ടട്ടെ. അതുപോലെ നല്ല നല്ല കണ്ടൻറ്റൊക്കെ ഇനിയും തുടർച്ചയായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ 2025 ആദ്യത്തെ വീഡിയോ ആണ് ഇത് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അടുത്തിടെ യൂട്യൂബിൽ വളരെയധികം കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ നടന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ സ്ട്രൈക്ക് വരാറുണ്ട്, സസ്പെൻഡ് ആകാറുണ്ട്, ചാനൽ തന്നെ ഡിലീറ്റായി പോകാറുമുണ്ട്. അപ്പോൾ ഈ അടുത്തയിടെ വലിയ വലിയ യൂട്യൂബേഴ്സ് 2 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ചാനലുകാർക്ക് വരെയും അവരുടെ ചാനൽ അടിച്ചു പോയി. യൂട്യൂബ് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ നടുവിലൊക്കെ ഇത് വളരെ വലിയൊരു ചൂടുള്ളൊരു ചർച്ചാ വിഷയമാവുകയും അവർ അത് യൂട്യൂബിന് ആ വിവരം അറിയിക്കുകയും ട്വീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് അതിന് ഇതുവരെയും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. സംഭവം എന്താണെന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അതായത് ഈ ഏണിംഗ് വീഡിയോസ്, അതിനെക്കുറിച്ചിട്ട് ഏണിങ്ങിനെ കുറിച്ചിട്ട് ധാരാളം പേര് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം അത് അവരുടെ മെയിൻ ടോപ്പിക്കാണ്. കാരണം പല ആപ്പുകൾ വഴിയും പല രീതിയിലും എങ്ങനെ ഏണിങ്സ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നവർക്കാണ് ഇപ്രാവശ്യം വലിയ 8ൻ്റെ പണി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു റൂള് വന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഏണിംഗ് വീഡിയോസും അങ്ങനത്തെ പ്രൊമോ വീഡിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ ചാനലിന് പ്രശ്നമുണ്ടാകും. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ചില ആളുകൾക്ക് ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ട് രണ്ടാമത്തെ സ്ട്രൈക്ക് വന്നവരുണ്ട്. ഈ സ്ട്രൈക്ക് തന്നെ കിട്ടാതെ പെട്ടെന്നൊരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോഴേക്കും ചാനൽ ഡിലീറ്റ് ആയി പോയവരും ഉണ്ട്. അപ്പോൾ അടുത്തിടെ ഈ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ, ആ പുള്ളിക്കാരൻ വേറെ ഒന്നും ചെയ്തില്ല. ഒരു പുതിയ ആദിത്യ ബിർളയുടെ ഒരു പുതിയ ഏണിംഗ് ആപ്പിനെ കുറിച്ചിട്ട്, അത് ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ്, അതിനെക്കുറിച്ചിട്ടൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, അതിൽ ക്യാഷ് ബാക്ക് കിട്ടുന്നതിനെ കുറിച്ചിട്ടും ഒക്കെയുള്ളൊരു വീഡിയോ ആയിരുന്നു പുള്ളിക്കാരൻ ഷെയർ ചെയ്തത്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള വീഡിയോ ആണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പോലും യൂട്യൂബ് ആ ചാനൽ ഡിലീറ്റാക്കി കളയുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മനോജ് ഡേ പോലെയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ അവരുടെ ചാനലിൽ നിന്നും ഏണിംഗ് വീഡിയോസൊക്കെ 600-700 വീഡിയോസൊക്കെയാണ് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ആ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഓരോ പ്രൊമോ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേക്കും ഏണിങ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ധാരാളം പേര് പല പല കണ്ടൻറ്റും ഒക്കെ വെച്ചിട്ട് വീഡിയോസ് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഓരോരോ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ പിറകെ എത്രമാത്രം ഹാർഡ് വർക്കും അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ തേടി കണ്ടുപിടിക്കുക, അതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കുക, അത് ഷൂട്ടിങ്, എഡിറ്റിങ്, അപ്പോൾ അങ്ങനെ എത്ര കടമകൾ കടന്നു വന്നിട്ടാണ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് എന്ന് യൂട്യൂബിലുള്ള എല്ലാ ക്രിയേറ്റേഴ്സിനും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിയ ഒരുപാട് വീഡിയോസൊക്കെയാണ് ഇവരൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ വേറെ 1-2 ചാനലിൽ അവരെല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 1-2 വീഡിയോസ് മാത്രമേ നിൽക്കുന്നുള്ളൂ. പിന്നെ ഇവരൊക്കെ ഒരു ബാക്കപ്പ് ചാനൽ, സെക്കൻഡ് ചാനലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ദിവസം രാവിലെ ആ ചാനൽ അങ്ങ് അടിച്ചു പോയാലും അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇനി ഇവരെ തിരഞ്ഞു പിടിച്ച് വരാനുള്ള ഒരു സൗകര്യത്തെ ഓർത്ത് ഇവരൊക്കെ ഒരു സെക്കൻഡ് ചാനൽ ബാക്കപ്പായിട്ട് ക്രിയേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് യൂട്യൂബിൽ നിന്നും പുറത്ത് വന്നിരിക്കുന്നത്. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. കണ്ടൻറ്റൊക്കെ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഈ ഇൻവാലിഡ് ക്ലിക്ക് വരാതെയോ കോപ്പിറൈറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ ഷെയർ ചെയ്യാതെ കഴിയുന്നതും ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ഒരുപാട് പേര് ന്യൂ ഇയറിനോട് അനുബന്ധിച്ചിട്ട് വിഷസ് അറിയിക്കുകയും നല്ല നല്ല കമൻസൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചാനൽ മറക്കാതെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഈ പുതിയ വർഷത്തിൽ കൺസിസ്റ്റൻ്റായിട്ട് ഇതുപോലെയുള്ള നല്ല നല്ല അപ്ഡേറ്റ്സുമായിട്ട് ഇനിയും നിങ്ങളുടെ
മുമ്പിൽ വരാം. അപ്പോൾ അടുത്ത വീഡിയോവുമായിട്ട് ഉടനെ കാണാം.